വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് യുവ വ്യവസായിയുടെ നിരാഹാര സമരം. ന്യൂ ഇയർ ഗ്രൂപ്പ് എംഡിയും യുണൈറ്റഡ് ചിറ്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ എം പ്രസാദാണ് കൊരട്ടി കറുകുറ്റിയിൽ സമരം ആരംഭിച്ചത്. വ്യവസായ സംരംഭകരെ വലയ്ക്കുന്ന നിലപാടാണ് KSEB സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം. ന്യൂ ഇയർ ഗ്രൂപ്പിന്റെ കറുകുറ്റിയിലെ കോർപ്പറേറ്റ് ഓഫീസിനും തേയില ഉൽപാദന യൂണിറ്റിനുമായി പാട്ടത്തിനടുത്ത 11,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിലെ 1,500 സ്ക്വയർ ഫീറ്റ് ഏരിയയ്ക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടി KSEBയെ സമീപിച്ചപ്പോഴാണ് അവഗണന തുടങ്ങിയത്. ഇതിനായി പണവും അടച്ചു. 20 കിലോവാട്ട് വൈദ്യുതി മാത്രം മതിയെന്നിരിക്കെ ട്രാൻസ്ഫോമർ സ്ഥാപിക്കണമെന്ന വിചിത്ര നിർദ്ദേശമായിരുന്നു KSEB അധികൃതർ നൽകിയത്. 11,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടമായതിനാൽ ബാക്കിയുള്ള 9,600 സ്ക്വയർ ഫീറ്റിന് കൂടി വൈദ്യുതി ഉപയോഗിക്കേണ്ടി വരുമെന്നും ഇതിനായി ട്രാൻസ്ഫോമർ സ്ഥാപിക്കണമെന്നുമായിരുന്നു നിർദ്ദേശം. ഇതിനായി 5 ലക്ഷം രൂപ നൽകണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ന്യൂ ഇയർ ഗ്രൂപ്പ് MDയും യുണൈറ്റഡ് ചിറ്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ എം പ്രസാദ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കുന്നത്. 1,500 സ്ക്വയർ ഫീറ്റ് സ്പേസ് വർക്ക് കഴിയാൻ 7 മാസം എടുത്തു. ബാക്കി വർക്ക് കഴിയാൻ 1 വർഷമാവും. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് ബാക്കി സെക്ഷൻ ഓപ്പൺ ചെയ്യാൻ എനിക്ക് നിലവിൽ വെച്ച ട്രാൻസ്ഫോമറിൽ ഞാൻ ചെലവാക്കിയ ട്രാൻസ്ഫോമറിൽ നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? വീണ്ടും അടുത്ത ട്രാൻസ്ഫോമർ വെക്കണം. അപ്പോൾ ഇവരുടെ ഭാഷയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് 9 പെർപ്പസ് അവിടെ തുടങ്ങുമ്പോൾ 9 ഡോർ നമ്പർ വെക്കണം. യുവ വ്യവസായ സംരംഭകരെ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന്റെ ഇടപെടലാണെന്നും പ്രസാദ് ആരോപിച്ചു. റിപ്പോർട്ടർ, തൃശൂർ.